കളന്തോട് MES കോളേജിലെ റാഗിംഗ് കേസ്. ആ റാഗിംഗ് കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച വാർത്തയും നമ്മൾ കണ്ടു. പല വാർത്തയിലെന്നോണം പോലീസിന് നേരെയാണ്. ഈ വാർത്തയിലും കുടുംബം പ്രതികരണം ഉന്നയിക്കുന്ന ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി, അതുകൊണ്ടാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതെന്നുൾപ്പെടെയുള്ള ആരോപണം മിൻഹജിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അഖില CP ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അഖില, പോലീസിനെതിരെ പല കേസുകളിലും ഈ കുറച്ചു നാളുകളിലായിട്ട് ഇരകളാക്കപ്പെടുന്നവരുടെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. റാഗിംഗ് ഉൾപ്പെടെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായി മാറുന്നു. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പല തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്താണ് മിൻഹജിന്റെ കുടുംബം വീഴ്ചയാണ് മുന്നോട്ട് വെക്കുന്നത്? നിരന്തരം ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ മിൻഹാജിന്റെ സംഭവമാണെങ്കിൽ ഫെബ്രുവരി 7, 2025 ഫെബ്രുവരി 7 മിൻഹാജ് അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാകുന്നത്. 3ാം വർഷ വിദ്യാർത്ഥികളാണ്, കളന്തോട് MES കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളാണ് 2ാം വർഷ വിദ്യാർത്ഥിനിയായ മിൻഹാജിനെ ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കുന്നത്. അപ്പോൾ ഇരുമ്പ് റോൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിന്റെ താഴെയുള്ള എല്ലിനും രക്തം കട്ടുപിടിക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് മിൻഹാജ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മിൻഹാജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയും തേടിയിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥികളാണ്, ഈ കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കാണ്, 5 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ ജാമ്യം ലഭിച്ചതിൽ ഈ പോലീസുകാരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകാനാണ് ഇന്ന് പിതാവ് മാധ്യമങ്ങളെ കണ്ടത്. പോലീസ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ റാഗിംഗ് ഒക്കെ നടക്കണേൽ എന്താ ഉള്ളത്? ഇവിടെ എന്താ നടക്കാത്തത്? ഈ കോളേജുകളിൽ ഇവർക്ക് എല്ലാ അത്യാവശ്യം പോലീസ് ചെയ്തു കൊടുത്തിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നിർബന്ധം അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്തിട്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ട് ജാമ്യം റദ്ദ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള അന്വേഷണം നടക്കും. ഈ പ്രതികൾ നാട്ടിൽ കറങ്ങി നടക്കുന്ന വിവരം കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ കുന്നമംഗലം പോലീസിനെ അറിയിച്ചതാണ്. പക്ഷെ നടപടി ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഈ കോഴിക്കോട് പ്രിൻസിപ്പൽ കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷിക്കുന്നു. ആ കോടതി ജാമ്യം തള്ളുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. ആ ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട ഉത്തരവിറക്കുന്നുണ്ട്. 2 ആഴ്ചക്കകം ഈ പ്രതികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണം. അങ്ങനെ ഹാജരായി ഇത്തരത്തിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു വകുപ്പുണ്ടെങ്കിൽ അതും ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷെ പോലീസ് അത് പാലിച്ചില്ല. ഇപ്പൊ എന്തായാലും ഈ റാഗിംഗ് ഉൾപ്പെടെയുള്ളവ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇപ്പോൾ പിതാവ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.